വീട്ടിലെ സദ്യകളിലെ മിന്നും താരാണ് കേട്ടോ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പുളിഞ്ചി. ഇതിന് പ്രധാനമായിട്ട് വേണ്ടത് തൊലിയും കുരു ഒക്കെ കളഞ്ഞ് സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം, പുളി പിഴിഞ്ഞെടുത്ത വെള്ളവും, 100 ഗ്രാം ഇഞ്ചി, ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്ത വെളുത്തുള്ളിയും, എരിവിനാവശ്യമുള്ള പച്ചമുളകും. ഇനി അടുപ്പത്ത് ചട്ടി വെച്ച് ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. എരിവിനാവശ്യമുള്ള പച്ചമുളകും ആ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്ത വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ പുളി പിഴിഞ്ഞ വെള്ളം കൂടി ഒഴിക്കാം. ശേഷം അതിൻ്റെ ഇരട്ടി വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നമ്മുടെ ഈത്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കേണ്ട സമയമാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കതിൽ പൊടികളൊന്നും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, കായപ്പൊടിയും കൂടി ചേർത്ത് അടച്ച് വെച്ച് വേവിച്ചോളൂ. അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമ്മുടെ ചാറൊക്കെ ഒന്ന് കുറുകി വരുമ്പോൾ നമ്മുടെ ശർക്കര ചെയ്തോട് ചേർത്ത് കൊടുക്കാം. ഇനി താളിക്കേണ്ട സമയമായിട്ടോ. കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുക്, വറ്റൽമുളക്, വേപ്പില ഈ താളിച്ചതോടും ചേർത്ത് കൊടുത്ത് പ്രത്യേക സ്വാദ. കഴിഞ്ഞില്ല കുറച്ച് നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൊണ്ട് ചേർത്തൊന്ന് ഒഴിച്ചു നോക്കിയേ. അസാധ്യ രുചിയുള്ള ലൈറ്റ് ആയിട്ടുള്ള പുളിഞ്ചിയാണ് കേട്ടോ. ആ നെയ്യിൽ വാർത്തെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കടിക്കാൻ കിട്ടുമ്പോഴല്ലോ ഒരു പ്രത്യേക സ്വാദാണേ.